ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു JBL ആംപ്ലിഫയറാണ്. ഇത് ഓണാവുന്നില്ല, സപ്ലൈ കൊടുക്കുമ്പോൾ പ്രൊട്ടക്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബോർഡെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. നിലവിലിപ്പോൾ ഊരി കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഇൻവെർട്ടർ സെക്ഷനിനകത്ത് രണ്ട് IR44 രണ്ടെണ്ണം കരിഞ്ഞു പോയിട്ടുണ്ട്. നിലവിൽ കത്തിപ്പോയേക്കുക. അപ്പോൾ അത് രണ്ടും റിമൂവ് ചെയ്തിട്ട് ഇവിടുത്തെ 100 ഓംസ് രണ്ട് റെസിസ്റ്റർ ഉണ്ട്, അതും കരിഞ്ഞു പോയിട്ടുണ്ട്. അതും ഓപ്പൺ ചെയ്ത് അതും മാറ്റിയിട്ടിട്ട് ഇവിടെ ഇതിന് സ്വിച്ചിങ് വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം IR44 രണ്ടെണ്ണം ഇട്ട് ബാക്കി സപ്ലൈ കൊടുത്ത് നോക്കാൻ വേണ്ടി. ആദ്യമേ പോയ IRF രണ്ടെണ്ണം റിമൂവ് ചെയ്തിട്ട് ഇവിടെ റെസിസ്റ്റർ രണ്ടെണ്ണം കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അത് 100 ഓംസ് രണ്ടെണ്ണം ഇട്ടിട്ട് ആദ്യം സ്വിച്ചിങ് വോൾട്ടേജിലേക്ക് വരുന്നുണ്ടോ നോക്കിയിട്ട് വേണം IR44 ഇടാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഇടുന്നത് ചിലപ്പോൾ പൊട്ടിത്തെറിച്ച് പോകും. നിലവിൽ രണ്ടെണ്ണം കത്തിപ്പോയിട്ടുണ്ട്. അപ്പം ആദ്യം അവിടുത്തെ 100 ഓംസിന് രണ്ട് റെസിസ്റ്റർ പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ഇത് സ്വിച്ചിങ് വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കിയതിന് ശേഷം IR44 രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക. ഒരെണ്ണം കംപ്ലീറ്റ് കത്തിപ്പോയിട്ടുണ്ട്, ഒരെണ്ണം ഭംഗിയാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനൊരെണ്ണം വേറെ ഇട്ടിട്ട് സ്വിച്ചിങ് വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കിയിട്ട് IRF ഇടാം. ഞാൻ പുതിയ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് സ്വിച്ചിങ് വോൾട്ടേജ് വരുന്നുണ്ടോ ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ ഓൺ ആക്കിയിട്ട് സ്വിച്ചിങ് വോൾട്ടേജ് വരുന്നുണ്ടോ നോക്കാം. നിലവിൽ സപ്ലൈ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വിച്ചിങ് വോൾട്ടേജ് ഇതിനകത്ത് വരുന്നുണ്ടോ നോക്കിയേക്കാം. നിലവിൽ സ്വിച്ചിങ് വോൾട്ടേജ് വരുന്നില്ല.
ഇൻവെർട്ടർ സെക്ഷനിലെ ഐ സിയിലേക്ക് സപ്ലൈ വരുന്നുണ്ട്, സ്വിച്ചിങ് വോൾട്ടേജ് വരുന്നില്ല. അപ്പോൾ TL494 ഐ സി ഒന്ന് റിമൂവ് ചെയ്തിട്ട് അത് പോയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. സ്വിച്ചിങ് ഐ സി നിലവിൽ ഊരി എടുത്തിട്ടുണ്ട്. ഇത് ചെക്കർ ഉപയോഗിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്വിച്ചിങ് ഐ സി വർക്കിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടി ചെക്ക് ചെയ്യാൻ വേണ്ടി ഒരു സർക്യൂട്ട് നേരത്തെ ഉണ്ടാക്കി ചെയ്യും. യൂട്യൂബിനകത്ത് സർക്യൂട്ട് ഒത്തിരി കിടപ്പുണ്ട്. സപ്ലൈ കൊടുത്തിട്ട് സ്വിച്ചിങ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. നിലവിൽ ഐ സി കംപ്ലൈൻ്റ് ആണ്. റെഡ് LED മാത്രമേ കത്തുന്നുള്ളൂ. ഗ്രീനും റെഡും മാറി മാറി കത്തേണ്ടതാണ് ഓക്കെ ആണെങ്കിൽ. അപ്പം ഇതിപ്പം ഇതേ കടന്ന ഐ സി ആണ്. ഇത് മാറ്റിയിട്ട് വേറെ ഐ സി ഇട്ട് ചെക്ക് ചെയ്ത് കാണിക്കാം. ഇത് വേറെ ഒരെണ്ണം പറിച്ച് വെച്ചിരുന്നത് നേരത്തെ ബോർഡിൽ നിന്ന്. ഇത് ഓക്കെയാണ് ഈ ഐ സി. ഇപ്പോൾ ഇതേ കിടന്ന ഐ സി പോയത് തന്നെയാണ്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബൾബ് അങ്ങോട്ടും ഇങ്ങോട്ട് ചേഞ്ച് ആയി കത്തും. അപ്പോൾ ഇതിട്ടിട്ട് സ്വിച്ചിങ് വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേറെ ഐ സി ഇട്ടിട്ട് സോൾട്ട് ചെയ്തിട്ടുണ്ട്. ഇനി സപ്ലൈ കൊടുത്തിട്ട് സ്വിച്ചിങ് വോൾട്ടേജ് ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്ലൈ ഓണാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒന്ന് നെഗറ്റീവിലും കൊടുത്തിട്ട് പ്രോബിട്ട് സ്വിച്ചിങ് വോൾട്ടേജ് ഇപ്പോൾ ആവുന്നുണ്ട്. IR44 ഇട്ടിട്ട് ഗ്രീൻ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പവർ സപ്ലൈ ഓൺ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. IR44 ഇട്ടിട്ടുണ്ട്. ഈ സപ്ലൈ ഒന്ന് ഓണാക്കിയിട്ട് ഗ്രീൻ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, പവർ സപ്ലൈ ഓൺ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
അല്ലെങ്കിൽ ഗ്രീൻ ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. വോൾട്ടേജ് ഓക്കെയാണ്. പ്ലസ് വോൾട്ട്, മൈനസ് വോൾട്ട്. ഇനി കവറൊക്കെ കയറ്റി മുറുക്കിയിട്ട് ഓഡിയോ ചെക്ക് ചെയ്യാൻ നോക്കാം. നിലവിൽ ഇതിൻ്റെ അകത്ത് IR44 രണ്ടെണ്ണവും ഇവിടുത്തെ 2 റെസിസ്റ്ററും ഈ TLO 494 ICയും പോയിട്ടുണ്ടായിരുന്നു. ഈ റെസിസ്റ്റർ മാറ്റിയിട്ട് IRF മാറ്റിയിട്ട് IC മാറ്റിയിട്ട് ഇപ്പോൾ നിലവിൽ ഓൺ ആയിട്ടുണ്ട്. ഇനി കവറിനകത്ത് കയറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഓഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സ്ക്രൂ എല്ലാം മുറുക്കിയിട്ടുണ്ട്. ബോർഡിൻ്റെ സ്ക്രൂവും മോസ്ഫെറ്റിൻ്റെ സ്ക്രൂ എല്ലാം മുറുക്കിയിട്ടുണ്ട്. ഫ്രീ സെക്ഷനും മുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി സ്പീക്കർ കണക്ട് ചെയ്തിട്ട് ഓഡിയോ കൊടുത്തിട്ട് ഓഡിയോ വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഓൺ ആയിട്ടുണ്ട്. നിലവിൽ ഓഡിയോ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ആംപ്ലിഫയർ നല്ലൊരു ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.